സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സഹകരണ വകുപ്പിനും സഹകരണ രജിസ്ട്രാർക്കും വിജിലൻസ് ഡിഐജിക്കും പരാതി നൽകുമെന്നും വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് 27 ലക്ഷം രൂപ സീനിയർ ക്ലർക്കും കുടുംബാംഗങ്ങളായ CPM ലോക്കൽ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെ 4 പേർ തട്ടിയെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് BJP നേതാക്കൾ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളെ കണ്ടത്. നേതൃത്വം അറിയാതെ അഴിമതി നടക്കില്ലെന്നും സഹകരണ സംഘങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്ഥാപനങ്ങളായി മാറുന്നുവെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും സംഭവം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ കീഴിലുള്ള പത്തിരിപ്പാലയിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെ 28 ലക്ഷം രൂപ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തതായിട്ട് റിപ്പോർട്ട് വരികയും അന്വേഷണം ഉണ്ടാവുകയും ചെയ്തു. അത് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ആളുകൾ, ഏരിയയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും ഉത്തരവാദിത്തത്തിലുള്ള ആളുകളാണ് ആ തട്ടിയെടുപ്പിന് പിന്നിലെന്ന് വ്യക്തമായിരിക്കുന്നത്. ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ കീഴിലുള്ള ഈ ആരോപണം ഇപ്പോൾ തെളിയിക്കപ്പെട്ട സമയത്ത് കുറച്ച് മുന്നേ വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിലും ഇതിന് സമാനമായുള്ള ആരോപണം ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അഴിമതി ഇത്തരം സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അർബൻ ബാങ്കുകളെ, സഹകരണ ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഒരു ലോണ് കിട്ടാൻ പോലും സാധാരണ ബുദ്ധിമുട്ടാണ്. പാർട്ടി സെക്രട്ടറിയുടെയും അതുപോലെ പാർട്ടി ഓഫീസുകളിൽ നിന്നുള്ള ലെറ്റർ വേണമെന്നുള്ള സ്ഥിതി നിലനിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന സമയത്ത് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. സഹകരണ സംഘങ്ങൾ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്ഥാപനങ്ങളായി മാറുന്നു. ഇത് ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെതിരെ ജനങ്ങളെ ജാഗരൂകരാകണം. ഇത്തരം ബാങ്കുകളുടെ നടത്തിപ്പുകാരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഇത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇത് നേരിടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരം തട്ടിപ്പുകളിൽ CPMന്റെ നിലപാട് പൊതുസമൂഹത്തോട് വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. സമാനമായ തട്ടിപ്പുകൾ ഷൊർണൂരിലും വാണിയംകുളത്തും ചെർപ്പശ്ശേരിയിലും നടന്നിട്ടും അന്വേഷണങ്ങൾ എവിടെയും എത്തിയില്ലെന്നും തട്ടിപ്പുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മാർച്ച് 8-ന് അർബൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്നും BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി പറഞ്ഞു. ഷൊർണൂർ അർബൻ ബാങ്കിന്റെ 9 കോടി രൂപയാണ് അവിടെ നിന്ന് CPMന്റെ ഒരു മുൻ ജനപ്രതിനിധിയുടെ മകൻ അവിടെ നിന്ന് ഇല്ലാത്ത മൂല്യം കാണിച്ച് വസ്തു പണയപ്പെടുത്തി 9 കോടി രൂപയാണ് വായ്പയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ആ കേസ് എന്തായി? അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തായി? അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. ആരാണ് പ്രഖ്യാപിച്ചത്? ആരാണ് അന്വേഷണം നടത്തിയത്? വ്യക്തതയില്ല. ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് അറിയാൻ പൊതുവെ നമുക്ക് താല്പര്യമുണ്ട്. പൂരാഘോഷങ്ങൾ വരവായി പൂരത്തെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങി. കനിഹ വെഡിംഗ് സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ. കനിഹ വെഡിംഗ് സെന്റർ, ഒറ്റപ്പാലം.